ലോകാരോഗ്യ സംഘടനയുടെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഓരോ വർഷവും 19 ലക്ഷം പേരുടെ മരണത്തിന് കാരണക്കാരൻ ഉപ്പ് ആണെന്നാണ്. അധികമായി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന സോഡിയം അമിത രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കരോഗം എന്നിവയ്ക്ക് ഇടയാകുന്നു. ഒരാൾക്ക് ഒരു ദിവസം 2 ഗ്രാമിൽ കൂടുതൽ സോഡിയം ശരീരത്തിൽ എത്തുന്നത് അപകടമാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. എന്നാൽ നമ്മുടെ ഭക്ഷണക്രമത്തിന്റെ രീതി അനുസരിച്ച് ഓരോ ദിവസവും അതിൻ്റെ ഇരട്ടിയിലേറെ ഉപ്പ് കഴിക്കുന്നവരാണ്. സാധാരണയായി ടേബിൾ സോൾട്ട് എന്നറിയപ്പെടുന്ന സോഡിയം ക്ലോറൈഡ് സോഡിയവും ക്ലോറൈഡും ചേർന്നുള്ള ഒരു രാസസംയുക്തമാണ്. ഇത് ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വ്യാപകമായി ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും അമിതമായ സോഡിയത്തിന്റെ ഉപയോഗം ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു സോഡിയം രഹിത ഉപ്പാണ്. ഇത് സോഡിയം ക്ലോറൈഡിന് പകരമായിട്ട് ഉപയോഗിക്കാം. പൊട്ടാസ്യം ശരീരത്തിലെ ദ്രാവക ബാലൻസ്, നാഡീപ്രവർത്തനം, മാംസപേശി ചുരുക്കം എന്നിവയിൽ നിർണായകമാണ്. അതുകൊണ്ട് ഉപ്പിൽ നിന്നും സോഡിയം ക്ലോറൈഡ് മാറ്റി പകരം പൊട്ടാസ്യം ക്ലോറൈഡ് ഉപ്പിലേക്ക് മാറുകയാണ് നല്ലതെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മറ്റു രാജ്യങ്ങളോട് നിർദ്ദേശിക്കുന്നു. ദിവസേന 3.5 ഗ്രാം പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിലെത്തുന്നത് രക്തസമ്മർദ്ദവും ഹൃദ്രോഗവും കുറയ്ക്കുവാൻ സഹായിക്കും. വൃക്കരോഗമുള്ളവർ പൊട്ടാസ്യം ക്ലോറൈഡ് ഉപ്പ് ഉപയോഗിക്കുന്നത് ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചു വേണം. ഉപ്പ് നിർമ്മാണ രീതികളിൽ തന്നെ പ്രകൃതിദത്തമായ രീതികളും വ്യാവസായികമായ രീതികളും ഉണ്ട്. വെള്ളത്തിൽ നിന്ന് ഉണക്കിയെടുക്കുന്ന ഉപ്പ് സീ സോൾട്ടും ഭൂമിയുടെ അടിവശത്തു നിന്നും ഖനനം ചെയ്തെടുക്കുന്ന ഉപ്പ് റോക്ക് സോൾട്ടും ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. ആരോഗ്യ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക എന്നത് മാത്രമല്ല, അതിന് പകരമായ മറ്റ് ആരോഗ്യ ഓപ്ഷനുകൾ കൂടി സ്വീകരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്.